വീണ വിജയൻ്റെ എക്സാലോജിക്കിൻ്റെ വരുമാനം അത് മാസപ്പടി കേസാണ് കേരളത്തിലെ പത്രങ്ങൾ കൊട്ടിഘോഷിക്കുന്നത്. 2016-2017 കാലഘട്ടത്തിലാണ് പണം CMRൽ നിന്ന് എക്സാലോജിക്ക് കിട്ടി തുടങ്ങിയത്. 1,72,00,000 കണക്കറിയാം. അത് കൂടുതലുണ്ടോ ഇല്ലെന്ന് വെളിയിലോട്ട് വന്നിട്ടില്ല. ഏതായാലും വീണ വിജയൻ്റെ കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED ഇപ്പം നടത്തുന്നത്, അവരൊരു പ്രാഥമിക അന്വേഷണം മാസപ്പടി കേസിലെ ഇൻകം ടാക്സ് അധികൃതർ നടത്തിയിരുന്നു. അവർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ED കൊച്ചിൻ യൂണിറ്റ് ഇപ്പം ഒരു ECIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നാണ് അതിൻ്റെ പേര്. ECIR FIR എന്ന പോലെ തുല്യമായ ഒരു കേസ് എടുത്തു കഴിഞ്ഞു ED. നേരത്തെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തി, അതങ്ങനെ നിന്നു. അതേസമയത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ SFIO അവരും ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എക്സാലോജിക്കിനും CMRLനും അതുപോലെ തന്നെ KSIDCക്ക് എതിരായിട്ട്. ആ ഗവൺമെൻറ് കമ്പനി അല്ലെങ്കിൽ ഗവൺമെൻറ് ഷെയറുള്ള 13.4% ഷെയറുള്ള ഒരു കമ്പനിയിൽ എങ്ങനെയാണ് ആ പണത്തിൻ്റെ ഇൻകം അത് മറ്റുള്ള രാഷ്ട്രീയക്കാരുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള കമ്പനിക്കാരുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വലിയൊരു ചോദ്യം തന്നെയാണ്. ഇപ്പം ED അതിൻ്റെ പ്രാഥമിക അന്വേഷണമൊക്കെ നേരത്തെ കഴിഞ്ഞു. അതിന് മദ്രാസിലെ ഭട്ട് എന്ന് പറഞ്ഞ ആള് വീണ വിജയനെ വിളിച്ചു വരുത്തി, അവരെ മൊഴി രേഖപ്പെടുത്തി, ചില സംശയങ്ങളൊക്കെ ദൂരീകരിച്ചു. അതിനുശേഷം ED അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു FIR ECIR രേഖപ്പെടുത്തി രജിസ്റ്റർ ചെയ്തു. എന്ത് കാര്യത്തിനാണ് മാസപ്പടി വാങ്ങിക്കൂട്ടിയത്, എന്ത് സേവനമാണ് ചെയ്തു കൊടുത്തത്, അല്ലെങ്കിൽ എന്ത് ഉൽപ്പന്നം വിറ്റിട്ടാണ് ഈ പണം വന്നുകൊണ്ടിരിക്കുന്നത്? വെറുതെ ഈ പണം വന്നതാണോ, അത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് വന്നതാണോ, അത് മുഖ്യമന്ത്രിയിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ച് വന്നതാണോ? അത് പറ്റിയൊരു അന്വേഷണം നടക്കുകയാണ് ഇപ്പം. അതിൻ്റെ തുടക്കമാണ് ED ഇപ്പം ECIR രേഖപ്പെടുത്താൻ കാരണം. അതൊരു FIRന് തുല്യമായതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. നോട്ടീസ് കൊടുക്കും, അല്ലെങ്കിൽ വിളിച്ചു വരുത്താം. വിളിച്ചു വരുത്തി വേണേൽ അറസ്റ്റ് ചെയ്യാം. ഇവിടെ വേറൊരു പ്രശ്നം, ഈ പണം ഒരു സേവനത്തിന് വേണ്ടിയിട്ടല്ല എന്ന് തെളിഞ്ഞാലും പ്രശ്നം. അല്ലെങ്കിൽ എന്ത് സേവനം ചെയ്തിട്ടാണ്, അവർക്കെന്ത് സേവനം, CMRലിന് എന്ത് സേവനം കിട്ടി, എന്തുകൊണ്ടാണ് അവർ ഈ പണം കൊടുക്കുന്നത്? ആ കൊടുക്കുന്നതിൻ്റെ ഇൻകം ടാക്സിൽ അടയ്ക്കാനുള്ളത് അല്ലെങ്കിൽ GST അടയ്ക്കാനുള്ളതൊക്കെ അടച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഒഫൻസൊക്കെ ദൂരീകരിച്ചു കഴിഞ്ഞു. ഇനി പർപ്പസ് എന്തിനാണ്? കള്ളപ്പണം വെളുപ്പിക്കുന്നതാണോ? ഇവർക്ക് എന്തിനാണ് മാസപ്പടി കൊടുക്കുന്നത്? ഒരു സോഴ്സ് കൃത്യമായി ഉണ്ടാക്കിയതാണോ? ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇത് ഗവൺമെൻറ്റുമായിട്ടില്ല, ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള സഹായം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പണം കൊടുപ്പാണോ? അങ്ങനെയെങ്കിൽ അത് കറപ്ഷൻ്റെ ഭാഗം വരും. ആ ഒരു പാതയാണ് ഇനി ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ വീണ വിജയനും മുഖ്യമന്ത്രിക്കും വളരെ ദൂഷ്യം ചെയ്യുന്ന കാര്യങ്ങളാണത്. കാരണം ഒഫീഷ്യലായിട്ട് അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഭരിക്കുന്നു, ഇടതുപക്ഷം ഭരിക്കുന്നു. അവർക്ക് അവരുമായിട്ട് അദ്ദേഹത്തിൻ്റെ മോളോ അല്ലെങ്കിൽ വേറെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ ഭാര്യയോ അവർക്ക് അനധികൃതമായ ഒരു സേവനവും ചെയ്യാതെ പണം വന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അത് വിജിലൻസിൻ്റെ പരിധി വരും. അങ്ങനെയാണെങ്കിൽ CBI വന്നേ പറ്റുള്ളൂ. കാരണം ഇൻട്രസ്റ്റേറ്റ് മാറ്ററാണ്. എക്സാലോജിക്ക് രജിസ്റ്റർ ചെയ്ത ലിമിറ്റഡ് കമ്പനിയാണ്. അത് കർണാടകയിലാണ്, മൈസൂരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ അതിൻ്റെ പ്രൊപ്പറേറ്റർ താമസിക്കുന്നു. കേരളത്തിലെ ഒരു യൂണിറ്റാണ്, CMRലാണ് പണം അങ്ങോട്ട് കൊടുക്കുന്നത്. ഇതേ രീതിയിലുള്ള അന്വേഷണം
12 സ്ഥാപനങ്ങളും കൂടിയുണ്ട് കേരളത്തിൽ. ഇനിയിപ്പോൾ അന്വേഷണത്തിൻ്റെ കാലഘട്ടമാണ്. ഇത് എലക്ഷൻ സ്റ്റണ്ടാണ് എന്ന് പറയാം എന്ന് വാദഗതി വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെ എന്ന് രാഷ്ട്രീയക്കാർ പ്രതിരോധിക്കുന്നു. ആ ഇലക്ഷൻ കഴിഞ്ഞ് മാത്രമേ ചിലപ്പോൾ ഇതിൻ്റെ നടപടി ഉണ്ടാവുകയുള്ളൂ. കാരണം അടുത്ത 26-ന് ശേഷം ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന ശേഷമായിരിക്കാം ചിലപ്പോൾ ഇതിന് മുന്നോട്ട് പോകുന്നത്. അതുമല്ലെങ്കിൽ ഇപ്പോൾ ഈ അന്വേഷണം നടത്തുന്നത് രാഷ്ട്രീയപരമായി എതിർ കക്ഷികളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ED മിസ്യൂസ് ചെയ്യുന്നതെന്നുള്ള ആരോപണം വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും 2 രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പം എക്സാലോജിക്കിന് എതിരായിട്ട് പോകുന്നത്. അതോടൊപ്പം 12 സ്ഥാപനങ്ങൾക്കും പോയിട്ടുണ്ട്. വീണ വിജയന് മാത്രമല്ല, സമാന രീതിയിൽ പണം കൈപ്പറ്റിയ 12 സ്ഥാപനങ്ങൾക്ക് രീതിയിലും അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അപ്പം അത് ഒരു വിജിലൻസ് ആംഗിളിലോട്ട് വന്നാൽ അത് വിജിലൻസ് കേസിലോട്ട് പോകും. ഷോൺ ജോർജ് ഇന്ന് ആ കാര്യം പറഞ്ഞ് CBI അന്വേഷിക്കുമെന്ന്. അതിൻ്റെ ധ്വനി ഇതിനകത്ത് പണം അനധികൃതമായി കൈക്കൂലി കൊടുക്കുന്നതിന് സമാനമായ രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രീതി കിട്ടാൻ, ഗവൺമെൻറ്റിൻ്റെ ഒരു സ്വാധീനം കിട്ടാൻ, ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്തു തരാൻ വേണ്ടിയിട്ട്, അങ്ങനെയാണെങ്കിൽ അത് CBIയിലോട്ട് പോവും, അന്വേഷണം വഴിമാറിപ്പോവും. ഇപ്പം ഇവിടെ 2-3 രീതിയിലുള്ള അന്വേഷണം നടന്നു കഴിഞ്ഞു. ഒന്ന് ആദായ നികുതി വകുപ്പിൻ്റെ, GSTയുടെ, അതിനുശേഷം EDയുടെ അന്വേഷണത്തിൽ വന്നു. അതുപോലെ മറ്റേ SFIO, അത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അവരും അന്വേഷണം നടത്തുന്നുണ്ട്. അത് ED നടത്തുന്നത് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. കറപ്ഷൻ വഴി പൈസ കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വിദേശത്തേക്ക് പണം പോയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് മണി ലോണ്ടറിങ് ആക്ടിലേക്ക് ED പോകുന്നത്. അതേസമയത്ത് വിജിലൻസ് ആംഗിളിലോട്ടാണെങ്കിൽ അത് സെൻട്രൽ വിജിലൻസ് വരാം ആ കാര്യത്തിൽ, CBI വരാം ആ കാര്യത്തിൽ. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് ഏതൊക്കെ മേഖലയിലാണെന്ന് ഇപ്പം വ്യക്തതയില്ല. എങ്കിലും 2 EDയും SFIOയും അതിശക്തമായ രീതിയിൽ ഈ കേസിൻ്റെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.